എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ൽ ആരാധകരെ ഒന്നടങ്കം നിരാശയിലാഴ്ത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടുമൊരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെയുള്ള ഈ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ ചെന്നൈ ക്യാമ്പിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളാണ് പുകയുന്നത്. CSKയുടെ പരാജയത്തിന് പിന്നാലെ മാനേജ്മെന്റിന്റെയും കോച്ചിന്റെയും തന്ത്രങ്ങളെയും ടീം സെലക്ഷനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് മുൻ ഇന്ത്യൻ ഇതിഹാസ താരം വീരേന്ദർ സെവാഗ് വിമർശിച്ചിരിക്കുന്നത്. ചെന്നൈ ക്യാമ്പിൽ യഥാർത്ഥത്തിൽ തന്ത്രങ്ങൾ നെയ്യുന്നത് ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ഉയരുന്നത്. ലക്നൌവിലെ പിച്ചിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കുന്നതിൽ CSK മാനേജ്മെന്റിന് പൂർണ്ണമായും തെറ്റുപറ്റിയെന്ന് സെവാഗ് ചൂണ്ടിക്കാണിക്കുന്നു. മത്സരങ്ങളിൽ ചില സമയങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ തന്റെ തലയ്ക്ക് മുകളിലൂടെയാണ് പോകുന്നതെന്നും അത്രമാത്രം യുക്തിരഹിതമായാണ് അവർ കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും വീര് തുറന്നടിച്ചു. ലക്നൌവിലെ ഈ പ്രത്യേക പിച്ചിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഇടംകയ്യൻ സ്പിന്നർ അഖീൽ ഹുസൈനെപ്പോലെയൊരു ലോകോത്തര ബൌളറെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് സെവാഗ് വ്യക്തമാക്കുന്നത്. മത്സരത്തിന്റെ ഗതി തന്നെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ ശേഷിയുള്ള പിച്ചിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ കഴിയുന്ന ഒരു എക്സ് ഫാക്ടറെയാണ് ചെന്നൈ മാനേജ്മെന്റ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ബെഞ്ചിലിരുത്തിയത്. അഖീൽ ഹുസൈൻ ഈ മത്സരത്തിൽ കളിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്ന സെവാഗ് ചെന്നൈ മാനേജ്മെന്റ് ഒന്നിനു പുറകെ ഒന്നായി അബദ്ധ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ടീമിനെ വലിയ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഒരു സ്പിന്നറുടെ അഭാവം ടീമിന്റെ ബൌളിംഗ് നിരയെ എത്രത്തോളം ദുർബലമാക്കിയെന്ന് മത്സരം കണ്ട ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മത്സരത്തിലേക്ക് കടന്നാൽ ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത ലക്നൌ ക്യാപ്റ്റന്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് അവരുടെ ബൌളർമാർ പുറത്തെടുത്തത്. ചെന്നൈയുടെ വിശ്വസ്തരായ ടോപ്പ് ഓർഡർ ബാറ്റർമാരെ തുടക്കത്തിൽ തന്നെ പിടിച്ചുകെട്ടാൻ ലക്നൌവിന് സാധിച്ചു. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ, ഉർവിൽ പട്ടേൽ എന്നിവരെ യുവ പേസർ ആകാശ് സിംഗ് പവർ പ്ലേയിൽ തന്നെ വേഗത്തിൽ പവലിയനിലേക്ക് മടക്കിയതോടെ ചെന്നൈ വലിയൊരു തകർച്ചയെ അഭിമുഖീകരിക്കുകയായിരുന്നു. എന്നാൽ മധ്യനിരയിൽ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത കാർത്തിക് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗാണ് ചെന്നൈക്ക് മാന്യമായൊരു സ്കോർ സമ്മാനിച്ചത്. 71 റൺസ് നേടിയ കാർത്തിക്കിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പിൻബലത്തിലാണ് നിശ്ചിത ഓവറിൽ CSK 187 റൺസ് എന്ന മികച്ച ടോട്ടലിലേക്ക് എത്തിയത്. ഏതൊരു ബൌളിംഗ് നിരയ്ക്കും പ്രതിരോധിച്ച് ജയിക്കാവുന്ന സ്കോറായിരുന്നു ഇതെങ്കിലും ചെന്നൈയുടെ ബൌളിംഗ് തന്ത്രങ്ങൾ പാടെ പരാജയപ്പെടുകയായിരുന്നു. 188 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ ബാറ്റർമാർ ചെന്നൈ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് പിന്നീട് സ്റ്റേഡിയം കണ്ടത്. തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച അവർ ചെന്നൈയുടെ പ്ലാനുകളെല്ലാം തകിടം മറിച്ചു. വെറും 38 പന്തിൽ നിന്നും 90 റൺസ് വാരിക്കൂട്ടിയ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മിച്ചൽ മാർഷാണ് ചെന്നൈയുടെ വിജയം തട്ടിയെടുത്തത്. മാർഷിന്റെ തകർത്തടിക്ക് മുന്നിൽ ചെന്നൈയുടെ ബൌളർമാർക്ക് മറുപടിയില്ലായിരുന്നു. അൻഷുൽ കാംബോജിനെ പോലെയുള്ള യുവ ബൌളർമാരെ മിച്ചൽ മാർഷ് അതിക്രൂരമായി കടന്നാക്രമിച്ചപ്പോൾ അവർക്ക് പിന്തുണ നൽകാനോ റൺറേറ്റ് നിയന്ത്രിക്കാനോ ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ ചെന്നൈ നിരയിൽ ഉണ്ടായിരുന്നില്ല. മിച്ചൽ മാർഷിന് മികച്ച പിന്തുണ നൽകിയ ജോഷ് ഇംഗ്ലിസ് 36 റൺസ് കൂടി നേടിയതോടെ വെറും 16.4 ഓവറിൽ ലക്നൌ ലക്ഷ്യം മറികടന്നു. ഈ ദയനീയ പരാജയത്തോടെ IPL 2026 പോയിന്റ് പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ നിർണായക ഘട്ടത്തിലെത്തിനിൽക്കെ നേരിട്ട ഈ തോൽവി ടീമിന്റെ പ്ലേ ഓഫ് കണക്കുകൂട്ടലുകളെയും സാധ്യതകളെയും വലിയ രീതിയിൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. വരും മത്സരങ്ങളിലെങ്കിലും മാനേജ്മെന്റും കോച്ചും തങ്ങളുടെ തെറ്റായ തന്ത്രങ്ങൾ തിരുത്തി ടീം സെലക്ഷനിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ചെന്നൈയുടെ പ്ലേ ഓഫ് മോഹങ്ങൾ വെറും സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും ഇപ്പോൾ വിലയിരുത്തുന്നത്. CSKയുടെ ഈ തോൽവിക്കും സെവാഗിന്റെ ഈ രൂക്ഷ വിമർശനത്തിനും പിന്നാലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഖീൽ ഹുസൈനെ പുറത്തിരുത്താനുള്ള ചെന്നൈ മാനേജ്മെന്റിന്റെ തീരുമാനം പാടെ പാളിപ്പോയോ? വരും മത്സരങ്ങളിൽ ചെന്നൈ ശക്തമായി തിരിച്ചുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.